നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് പുതിയൊരു പുസ്തകമായിട്ടാണ്. പ്രൊഫസർ TJ ജോസഫിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്നൊരു പുസ്തകം. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടാകും പ്രൊഫസർ TJ ജോസഫിനെ. അദ്ദേഹം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്നു. അവിടെ വെച്ചൊരു ഇൻറ്റേർണൽ എക്സാമിന് ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കുകയും ആ ചോദ്യപേപ്പറിൽ ഒരു ചോദ്യം വലിയ വിവാദമാവുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് തീവ്രവാദികൾ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു വലിയൊരു ന്യൂസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വലത് കൈ വെട്ടിമാറ്റുകയും അദ്ദേഹത്തിൻ്റെ ഇടത് കൈയിൽ ആക്രമിക്കുകയും വലത് കാലിൽ വെട്ടുകയും അങ്ങനെ അദ്ദേഹത്തിനെ വധിക്കുന്ന ഒരു തരത്തിലോട്ട് വരെ വന്നിട്ട് കഷ്ടപ്പെട്ട് വളരെ സാഹസികമായി ഒക്കെ അദ്ദേഹം രക്ഷപ്പെട്ടു പോരുകയായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള പത്രവാർത്തകളൊക്കെ വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരള സമൂഹത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഒരു പ്രൊഫസറിനെ അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ എക്സാമിലെ ഒരു ചോദ്യത്തിൻ്റെ പേരിൽ ഇത്ര ക്രൂരമായി ആക്രമിക്കപ്പെടുക എന്നുള്ളത്. നിങ്ങൾക്ക് പലർക്കും ആ ഒരു ഇൻസിഡൻസൊക്കെ പരിചയമുണ്ടാകും. പക്ഷേ അത് എത്രത്തോളം കൂടുതൽ ആ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും, എത്രത്തോളം കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങൾ ഈ ഒരു പുസ്തകം വായിച്ചാൽ കിട്ടും. ഈ പുസ്തകം 2 ഭാഗങ്ങളിലായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം തുടങ്ങുന്നത് ഈ ചോദ്യം ഉണ്ടാക്കാനുള്ള സാഹചര്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് ആ ചോദ്യം ഉണ്ടാക്കുകയും ആ ചോദ്യം വിവാദമാവുകയും അദ്ദേഹം ഒളിവിൽ പോകേണ്ടി വരികയും പിന്നീട് വന്ന് പോലീസിന് കീഴടങ്ങിക്കഴിഞ്ഞുണ്ടായ ജയിൽവാസവും മറ്റു കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തീവ്രവാദികളെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യവും അദ്ദേഹത്തിനെ ആക്രമിക്കുന്നതും ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞ് അദ്ദേഹത്തിനോട് സഭ എങ്ങനെയാണ് പെരുമാറിയതെന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യപ്പെടേണ്ടി വരികയും അദ്ദേഹത്തിൻ്റെ മകൻ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചും അങ്ങനെ എല്ലാം വിശദമായി ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു പുസ്തകം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തീകരിക്കാതെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളുടെ തീവ്രത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ തീവ്രത എന്നൊക്കെ പറയാം. പിന്നീട് 2ാം ഭാഗത്തിൽ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പിന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലങ്ങളെക്കുറിച്ചും ഈ ജോലി കിട്ടുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ 1ാം ഭാഗത്തിലുള്ള അദ്ദേഹത്തെ വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഒരു ആരാധന തോന്നുകയും തുടർന്ന് 2ാമത്തെ ഭാഗത്തിൽ നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാനും കഴിയും. ഒരു മനുഷ്യൻ എത്രത്തോളം തീവ്രമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നും ആ കടന്നുപോയ വഴികളിൽ എങ്ങനെയൊക്കെ പൊരുതി തോൽപ്പിച്ചു എന്നും എങ്ങനെയൊക്കെ വിജയിച്ച് കയറി വന്നു എന്നും ഉള്ളതൊക്കെയാണ് ഈ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കും അതിൻ്റെയൊക്കെ ഒരു പകുതി മനോബലം ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല എന്നുള്ള തോന്നലാണ് ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായത്. അദ്ദേഹത്തെ ആക്രമിച്ച തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ അത് ഒരു ചോദ്യത്തിൻ്റെ പേരിലായിരുന്നു ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ നമുക്കതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. കേവലം ഒരു ചോദ്യത്തിൻ്റെ പേരിൽ ആയുധങ്ങളെടുത്ത് ഒരു മനുഷ്യനെ ആക്രമിക്കേണ്ടി വരികയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ദൈവത്തിന് വേണ്ടി മനുഷ്യൻ ആയുധമെടുക്കുകയും ആക്രമിക്കുകയും ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ ദൈവമാണ് ഏറ്റവും കഴിവുകെട്ട ദൈവമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആ ദൈവത്തിൽ ആ ആയുധം എടുക്കുന്നവർക്ക് തീരെ വിശ്വാസമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു മതവും ഒരു ദൈവവുമാണോ അത്? നമ്മളതൊക്കെ ചിന്തിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ഈ പറഞ്ഞ അക്രമത്തിന് ശേഷം ആ ഒരു സമൂഹം അദ്ദേഹത്തോട് കാണിച്ചൊരു കരുണയുണ്ട്, അദ്ദേഹത്തിനോട് കാണിച്ച ഒരു സഹതാപമുണ്ട്. പക്ഷേ അദ്ദേഹത്തോട് അതിലും ക്രൂരമായി പെരുമാറിയത് ഈ പറഞ്ഞ ഇസ്ലാം തീവ്രവാദികളും ഇസ്ലാം സമൂഹമൊന്നും ആയിരുന്നില്ല എന്നുള്ളത് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ കൈയെല്ലാം മുറിഞ്ഞ് വയ്യാതെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് അദ്ദേഹം ഭാഗമായിട്ടുള്ള കത്തോലിക്ക സഭയായിരുന്നു. അവിടുത്തെ ബിഷപ്പും അവിടുത്തെ പുരോഹിതരും എല്ലാവരും ആയിരുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത്. ഒരു കാരണവശാലും അദ്ദേഹത്തെ ജോലിയിലേക്ക് തിരിച്ചെടുക്കില്ല എന്നുള്ളൊരു വാശിയും ആ വാശിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടമൊക്കെ വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നും, ഈ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ എന്ന ലേബലിൽ നമ്മൾ കാണുന്ന മനുഷ്യരൊക്കെ ഇത്രയ്ക്ക് ക്രൂരരാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തിനായിരിക്കും അദ്ദേഹത്തിനോട് ഇത്രയും തീവ്രമായ വാശിയും വൈരാഗ്യവും ഒക്കെ
ഈ പറഞ്ഞ സഭയും അവിടുത്തെ ബിഷപ്പും ഒക്കെ വെച്ച് പുലർത്തിയതെന്ന് ചോദിച്ചാൽ അറിയില്ല. മനുഷ്യരെ സ്നേഹിക്കാനാണ് മതങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്ര ക്രൂരമായി മറ്റു മനുഷ്യരോട് പെരുമാറാൻ കഴിയുന്നത്? പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള മതവിശ്വാസങ്ങളും ഇങ്ങനെയുള്ള മതത്തിൻ്റെ പ്രതിപുരുഷന്മാരും? അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണത്തിന് പൂർണ്ണമായ ഉത്തരവാദിത്തം അവിടുത്തെ കത്തോലിക്ക സഭയ്ക്കും ആ സ്കൂളിൽ ഉണ്ടായിരുന്ന പുരോഹിതർക്കും ആ ഒരു സമൂഹത്തിനും തന്നെയാണ്. അദ്ദേഹം ഇത്ര തീവ്രമായ വേദനകൾ അനുഭവിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഇടയലേഖനങ്ങൾ എഴുതുകയും ആളുകൾ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലൊക്കെ അദ്ദേഹത്തോട് പെരുമാറുകയും അദ്ദേഹത്തെ ക്രൂരമായി ഒരു സഹാനുഭൂതിയും ഇല്ലാതെ പെരുമാറുകയൊക്കെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സഭയിലെ വലിയ പുരോഹിതനും ബിഷപ്പുമാരൊക്കെയാണ് എന്നുള്ളത് കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകും. ഒരു മനുഷ്യനും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല, അധികാരസ്ഥാനങ്ങളിലുണ്ടായിരുന്നവർ. അതേസമയം സാധാരണ മനുഷ്യർ അദ്ദേഹത്തെ കരുണയോടെയും അദ്ദേഹത്തിന് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങളും ചെയ്ത് മുന്നോട്ട് വന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് സൗജന്യമായി മത്സ്യം കൊടുത്തുകൊണ്ടിരുന്നവരും അദ്ദേഹത്തെ വന്ന് പറഞ്ഞ് കണ്ട് ആശ്വസിപ്പിച്ചവരും താങ്ങായും തണലായും നിന്നവരെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ അധികാരങ്ങളും അതുപോലെ തന്നെ മതത്തിൻ്റെ തീവ്ര ചിന്തകളും ഒന്നും ഇല്ലാത്ത സാധാ മനുഷ്യർ ഒരു മനുഷ്യനോട് കാണിച്ച പരിഗണനയും ഇതെല്ലാം കയ്യിൽ വെച്ച് അമ്മാനമാടുന്ന വലിയ അധികാരികൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തോട് പെരുമാറിയത് എന്നൊക്കെ നമുക്ക് ഈ പുസ്തകത്തിലൂടെ വായിച്ചറിയാൻ കഴിയും. ഈ പുസ്തകം പൂർണ്ണമായി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ടേക്ക് അവേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തോട് പൊരുതേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഓരോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെയുള്ള ഒരു പാഠമാണ് ഈ ഒരു പുസ്തകം. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. അദ്ദേഹം ആ അറ്റുപോയ കൈ തുന്നിച്ചേർത്ത് ഇപ്പോഴും നമ്മുടെയൊക്കെ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ തീവ്രമായ മതവിശ്വാസത്തിനെതിരെയും ഈ പറഞ്ഞ സഭാ തലവന്മാർക്കെതിരെയും എല്ലാം ധൈര്യമായി മുന്നോട്ട് വന്ന് സംസാരിക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തെ എന്തിനു വേണ്ടിയാണോ തീവ്രവാദികൾ ആക്രമിച്ചത്, എന്തിനു വേണ്ടിയാണോ മതപുരോഹിതന്മാർ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, അതൊന്നും നടക്കാതെ പോകുമ്പോൾ, അദ്ദേഹം വിജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആരുടെ പക്ഷത്തായിരുന്നു ശരി, ആരാണ് നേരിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത്, ആരാണ് സത്യവാനായ മനുഷ്യൻ എന്നെല്ലാം നമുക്ക് കാലഘട്ടം കാണിച്ചു തന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കഴിയുന്ന എല്ലാവരും ഈ ഒരു പുസ്തകം എടുത്ത് വായിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല. ഇതിലും കൂടുതൽ തീവ്രമായ അനുഭവങ്ങളുള്ള മനുഷ്യർ ഇപ്പോഴും നമുക്ക് ചുറ്റും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് പ്രൊഫസർ ടി.ജെ. ജോസഫിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ. മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ ഉടനെ നിങ്ങളുടെ മുമ്പിലോട്ട് വരാം. താങ്ക് യു.